ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കപ്പ് ഇഡ്ഡലി മാവ് വെച്ചിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടോ വെറും 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാൽപ്പണിയാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാൽപ്പണിയാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, ഒരു 2 സ്പൂണ് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇഡ്ഡലി മാവാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ ഇഡ്ഡലി മാവാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി മാവ് നമുക്ക് പുളിച്ച മാവോ അല്ലെങ്കിൽ പുളിക്കാത്ത മാവോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പണിയാരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ കുറേശ്ശെയായിട്ട് മാവെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് 2 സൈഡും ഒരു ഗോൾഡൻ കളറായി വരുന്നവരേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി ഉടനെ തന്നെ നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ടൊന്ന് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.